അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ നേർവഴി എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നു, പല ആളുകൾക്കും അത് പറഞ്ഞു കൊടുക്കുന്നു. അത് വലിയ ഒരു പ്രതിഫലം നേടാനുള്ള വലിയ മാർഗമാണ്. നമ്മൾക്ക് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടുന്നത്. പല ആളുകളുമായി നമ്മൾ ജീവിതത്തിൽ സംവദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ഈ അടുത്ത് കേട്ടിട്ടുള്ള ഒരു അനുഭവ കഥ അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. അതിലൊരു മഹാനായ പണ്ഡിതൻ, അദ്ദേഹം ഒരു വിമാനയാത്രക്കിടയിൽ ഒരു സഹോദരിയെ, പ്രായം ചെന്നൊരു സഹോദരി കൂടെ ഉണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ സീറ്റിൽ. അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ശരിക്കും ജീവിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അപ്പോൾ മകനെ അല്ലെങ്കിൽ മകളെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയാക്കി കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ഒരു മറുപടി കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഈ ഒരു ലക്ഷ്യം കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ മകനോ അല്ലെങ്കിൽ മകളോ അവരുടെ ജോലിയാക്കി അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് കൊടുത്താൽ പിന്നെ എന്തായിരിക്കും നിങ്ങളുടെ ജീവിതം, പിന്നെ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ആ ഒരു ചോദ്യത്തിൽ ശരിക്കും ആ സഹോദരി ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നാണ് അവരുടെ മറുപടി. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ഈ നേർവഴിയെപ്പോലെ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആളുകൾക്ക് ഈ നേർവഴിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവർക്കത് കാര്യമായി നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ വെറുതെ സൃഷ്ടിക്കപ്പെട്ടവരല്ല. നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്നത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തണം. മറ്റൊരു സംഭവം ഇതേപോലെ കണ്ടിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള വലിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ ശരീരത്തിൽ മാത്രം തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇത് ഒരു പ്രബോധകൻ ഒരു സഹോദരനെ ബോധ്യപ്പെടുത്തുന്നത്, ഈ $2,00,000 തന്നാൽ അല്ലെങ്കിൽ വലിയൊരു തുക തന്നാൽ നിങ്ങളെന്ത് പറയും? അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ നിങ്ങൾക്ക് നന്ദി പറയും, അല്ലെങ്കിൽ താങ്ക്സ് പറയും, വളരെ ഓർത്തിരിക്കും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ $2,00,000 തന്നാൽ, ഇത്രയും വലിയ തുക തന്നാൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് പകരമായി നൽകുമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇല്ല, കഴിയില്ല, തരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ $2,00,000 വിലയുള്ളതാണ് നമ്മുടെ കണ്ണ്. ആ കണ്ണ് നൽകിയ, കാത് നൽകിയ, എല്ലാം ശരീരത്തിലെല്ലാം ഫ്രീ ആയി നൽകിയിട്ടുള്ള ആ ഒരുവൻ, ആ ശക്തി റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദി കാണിക്കണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം പറയുന്നത്. ഇസ്ലാം അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്, ആ നമുക്കതെല്ലാം സംവിധാനിച്ചിട്ടുള്ള അൽ ഖാലിഖായിട്ടുള്ള, മാലിക്കായിട്ടുള്ള, മുദബ്ബിറായിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ ശുക്ർ ചെയ്യണം, നന്ദി കാണിക്കണം. അത് ഒന്ന് നമ്മുടെ ബാധ്യതയാണ്. 2, ആ നന്ദി കാണിക്കൽ അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ കൽപ്പിച്ചിട്ടുള്ള രൂപത്തിലാവുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആവുക. അള്ളാഹുവിന് കൃത്യമായി കീഴ്പ്പെട്ടവരായി, നമ്മുടെ ഇച്ഛക്കനുസരിച്ചോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചോ അല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെയുള്ള ഈ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ജീവിത ലക്ഷ്യം മറ്റുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുത്തുകയും ആ ലക്ഷ്യം തെറ്റാതെ തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.